മടുപ്പിക്കുന്ന വൈകലോ എന്നുള്ളതാണ്. മടുപ്പിക്കുന്ന വൈകലെന്ന് മാത്രമല്ല, രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കിയ ഒരു വൈകലാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. രണ്ട് കാര്യങ്ങളിൽ ഒരു വലിയ ഗുരുതരമായ ഒരു രാഷ്ട്രീയ തിരിച്ചടി ഇപ്പോൾ കോൺഗ്രസിന് ഇതിനകം സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഒരു രാഷ്ട്രീയ അവസരം പാഴാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 102 സീറ്റുമായിട്ട് അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യേണ്ടിയിരുന്ന വിഷയം UDF-ലെയോ കോൺഗ്രസിലെയോ മുഖ്യമന്ത്രിയെ തെരഞ്ഞുള്ള ഈ അടിയായിരുന്നില്ല. പകരം CPM എങ്ങനെ പരാജയപ്പെട്ടു, ഇടതുമുന്നണി എവിടെയൊക്കെയാണ് പരാജയപ്പെട്ടത്, എങ്ങനെയാണ് CPM-ലെ വിമത ക്യാമ്പുകൾ വിജയം കണ്ടത്, CPM-ലെ അടിവേരുകൾ ഇളക്കിയ, കോട്ടകൾ ഇളക്കിയ ജനവിധി CPM എന്ന് പറയുന്ന പാർട്ടി എത്രത്തോളം ഉലച്ചിരിക്കുന്നു, പിണറായി വിജയൻ എന്ന് പറയുന്നൊരു നേതാവിൻ്റെ നേതൃശേഷിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ, ഇത് കേരളം ചർച്ച ചെയ്യേണ്ടിയിരുന്ന ദിവസങ്ങളാണ്. അത് ഏറ്റവും ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന, രാഷ്ട്രീയമായി കോൺഗ്രസ് എന്ന പാർട്ടിയിലെ നേതാക്കൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ കൃത്യമായി വരും ദിവസങ്ങളിൽ തീരുമാനിക്കേണ്ടിയിരുന്നത്, നിശ്ചയിക്കേണ്ടിയിരുന്നത് ഇതായിരുന്നു ഈ ചർച്ചയുടെ ലൈൻ. പക്ഷേ ആ രാഷ്ട്രീയ അവസരം പാഴാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ തിരിച്ചടി. ഇപ്പോൾ CPM-ലെ ക്യാമ്പ്, LDF-ൻ്റെ ക്യാമ്പ് അവരാ പരാജയത്തിൻ്റെ ആ ആലസ്യത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. അവരിതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. ഇതെന്താണ് സംഭവിക്കുന്നത്? അവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോസ്റ്റ് കണ്ടില്ലേ, അവർക്ക് ചേഞ്ച് വേണം, അത്രേ ചേഞ്ച്. ദാ കണ്ടോ ചേഞ്ച് എന്ന് പറയുന്നത്. നേരത്തെ മാധു പറഞ്ഞൊരു കാര്യമുണ്ട്, ഭരണസ്തംഭനം. അത് മാധു അറിയാതെ പോയതാണ്. മാധു, ഗവർണർ പറഞ്ഞിരിക്കുന്നത് മന്ത്രിസഭ കാവൽ തുടരണമെന്നാണോ, മുഖ്യമന്ത്രി കാവൽ മുഖ്യമന്ത്രിയെ തുടരണമെന്നാണോ? എല്ലാ ഘട്ടങ്ങളിലും ഗവർണർ പറയുക ഈ മന്ത്രിസഭ കാവൽ മന്ത്രിസഭയായി തുടരണം എന്ന നിർദ്ദേശമാണ് കൊടുക്കുക. ഇത്തവണ കൊടുത്തിരിക്കുന്നത് എന്താ? പിണറായി വിജയൻ കാവൽ മുഖ്യമന്ത്രിയായി തുടരണം എന്നുള്ളതാണ്. അപ്പോൾ എന്താ പ്രശ്നം? ബാക്കിയുള്ള വകുപ്പ് മന്ത്രിമാർക്ക് അവരുടെ വകുപ്പുകളിൽ ഇടപെടാൻ അവസരം കിട്ടില്ല. രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, അതൊരു ഭരണസ്തംഭനം ഉണ്ടാക്കും. എങ്ങനെയാണ് ഭരണസ്തംഭനം ഉണ്ടാക്കുക? നിത്യനിദാന ചെലവുകൾക്കും അപ്പുറത്തേക്കുള്ള ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവർ ട്രാൻസ്ഫറിൻ്റെ ഓട്ടത്തിലാണ്. UDF-ൻ്റെ വലിയ അപേക്ഷ വന്നിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗസ്ഥന്മാരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ശമ്പളം കൊടുക്കാനുള്ള ഫയലും, രണ്ടാമത്തത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ട സ്ഥലം മാറ്റവുമാണ്. ബാക്കിയുള്ള ഒരു ഡിസിഷൻ നടക്കുന്നില്ല. SSK-യുമായി ബന്ധപ്പെട്ട് 6000 അധ്യാപകർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. ആര് തീരുമാനമെടുക്കും? മന്ത്രിക്ക് ഇടപെടാൻ പറ്റുമോ? നിലവിൽ എങ്ങനെയാ കാവൽ മന്ത്രി ഇല്ല, നമുക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇല്ല അവിടെ. ആ സാഹചര്യത്തിൽ ഇത് ഓരോ വകുപ്പിൻ്റെയും കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗുരുതരമായ ഒരു ഭരണസ്തംഭനം ഉണ്ടാകുന്നു എന്നുള്ളത്. രണ്ടാമത്തത്, ഒരു രാഷ്ട്രീയ അവസരമായിട്ട് ഉപയോഗിക്കേണ്ടിയിരുന്ന സാഹചര്യം, ആ സാഹചര്യത്തെ നശിപ്പിച്ചുകൊണ്ടാണ് ഇന്നെല്ലാ മാധ്യമങ്ങളും. നോക്കൂ, ഇന്ന് എല്ലാവരും പറഞ്ഞില്ലേ, VM സുധീരൻ അടക്കം ഏറ്റവും ഒടുവിൽ പറഞ്ഞില്ലേ, ഈ വിജയത്തിൻ്റെ തിളക്കം ഇത് കുറച്ചിരിക്കുന്നു. KPCC പ്രസിഡന്റ് പറഞ്ഞില്ലേ, വിജയത്തിൻ്റെ തിളക്കം കുറിച്ചിരിക്കുന്നു, ശോഭ കെടുത്തിയിരിക്കുന്നു. ഓരോരോ നേതാക്കൾ, ഷിബു ബേബി ജോൺ വന്ന് പറഞ്ഞത് എന്താ? നാടൻ ഭാഷയിൽ ഇതിന് വേറെ ചില പദപ്രയോഗമാണ് നടത്തേണ്ടത്, പക്ഷേ ഒരുമിച്ചിരുന്നത് കൊണ്ടും ഇനി ഒരുമിച്ചിരിക്കേണ്ടത് കൊണ്ടും ഞാൻ ആ പദപ്രയോഗം നടത്തുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെ ഈ അവസ്ഥയിലേക്ക് വന്നത്? എങ്ങനെയാ ഇടപെടേണ്ടതില്ല എന്ന് MM ഹസന്റെ പ്രതികരണം വന്നത്? അതും വന്നു. ഇനി അതും പറഞ്ഞു, ഇനി ഘടകകക്ഷികൾ ഇടപെടേണ്ടതിൽ. അത് മാത്രമല്ല, അത് നേരത്തെ ഇദ്ദേഹവും പറഞ്ഞു, ഘടകകക്ഷി ഇതിനകത്ത് ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞത് ആരാ? MM ഹസന. MM ഹസൻ പറഞ്ഞത് എന്താ? ഒരു ആഭ്യന്തര വിഷയം, ഒരു CLP ആണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. അതാണെന്ന് സുകുമാരൻ നായർ പറഞ്ഞത്. എല്ലാവരും കൂടി സുകുമാരൻ നായർക്കെതിരെ വർഗീയത പറഞ്ഞു എന്ന മട്ടിലേക്ക് വരിക. എന്താ സുകുമാരൻ നായർ പറഞ്ഞത്? സുകുമാരൻ ക്ലാരിറ്റിയോട് കൂടിയല്ലേ പറഞ്ഞത്? എന്താ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണോ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്? യഥാർത്ഥത്തിൽ CLP സാങ്കേതികമായി കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ നേതാവിനെ തിരഞ്ഞെടുക്കുകയാണ്. അതിൽ ആർക്കാണ് പറയാനുള്ള ഏക അവകാശം? ആർക്കാണ്? ഭരണഘടനാപരമായും നിയമപരമായും ഡി ജൂറെ ആണെങ്കിലും ഡി ഫാക്ടോ ആണെങ്കിലും CLP ലീഡറെ തീരുമാനിക്കാനുള്ള അധികാരം ആ പാർട്ടിയിലെ നിയമസഭാ സാമാജികർക്കാണ്. ഞാനും ആന്റോയും സുനിലും അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസാണ്. അതിനെയാണ് മറികടക്കാനായിട്ട് മറ്റ് ചില ശക്തികൾ ശ്രമിക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ UDF-ൻ്റെ ഒരു കൺവീനറെ തീരുമാനിക്കുന്ന വിവരം, അതൊരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ UDF ഒരുമിച്ച് കൂടിയിട്ട് തീരുമാനിക്കുന്ന വിഷയമാണ്. പക്ഷേ ഇതൊരു CLP ലീഡറെ തീരുമാനിക്കുക. CLP ലീഡറെ തീരുമാനിച്ചതിന് ശേഷം സാങ്കേതികമായി മുസ്ലിം ലീഗിന് CLP ലീഡർ വരും, കോൺഗ്രസിന് അഭിപ്രായം പറയാൻ പറ്റൂ. RSPക്ക് ഒരു CLP ലീഡർ വരും, അഭിപ്രായം പറയാൻ പറ്റൂ. കേരള കോൺഗ്രസ് ജോസഫിനൊരു അഭിപ്രായം CLP ലീഡർ വരും, പറയാൻ പറ്റൂ. ഇതിന് ആർക്കെങ്കിലും ഉപമുഖ്യമന്ത്രി ആവണം എന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസിന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ CLP ലീഡർ ഇന്നയാളാവണം, കാരണം ഉപമുഖ്യമന്ത്രി ആവേണ്ടത് താങ്കളല്ലേ എന്ന് പറയാൻ പറ്റുമോ? സാങ്കേതികമായിട്ട് പറയാൻ കഴിയില്ല. ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസ് ആണെന്നേ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഭരണഘടനാപരമായ ഈ സ്ഥാപനത്തെ നിങ്ങൾ ഒരിക്കൽ തെരഞ്ഞെടുപ്പ് നടത്തിക്കഴിഞ്ഞാൽ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളെ നിങ്ങൾ തെരുവിൽ നേരിടുന്ന രീതി ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ ലെജിറ്റിമസിയാണ് കുറയ്ക്കുക. ഈ MLA-മാർക്ക് പിന്നെ എന്താ വോയിസ്? ഈ MLA-മാർ നാളെ മുതൽ എങ്ങനെയാണ് ഭരിക്കുക? ആത്മവിശ്വാസത്തോടു കൂടി. ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന നേതാവിനെ പുറത്ത് നടക്കുന്ന, തെരുവിൽ നടക്കുന്ന, ഇവരുടെ പാർട്ടിയിൽ നിന്നല്ലാത്ത മറ്റു പാർട്ടിയിൽപ്പെട്ട ആളുകളുടെ ഒരു വലിയ ഇടപെടൽ കൊണ്ട് ഇവരുടെ നേതാവിനെ മാറ്റേണ്ടി വന്നാൽ
KPCC പ്രസിഡന്റ് KCയുടെ പേര് പറഞ്ഞതാ, ഭൂരിപക്ഷം MLA-മാരും KCയുടെ പേര് പറഞ്ഞതാ. അതിനുശേഷം KCയുടെ പേര് മാറ്റണമെങ്കിൽ അത് തീരുമാനിക്കാനുള്ള അവകാശം ഹൈക്കമാൻഡിന് മാത്രമാണ്. ഹൈക്കമാൻഡിന് വേണമെങ്കിൽ ഒരിക്കൽ കൂടി CLP വിളിച്ചു കൂട്ടാം, നിങ്ങളെടുത്ത തീരുമാനം പുനഃപരിശോധിക്കാൻ പറയാം. അപ്പോൾ അവർ പുനഃപരിശോധിക്കുകയാണെങ്കിൽ അത് സാധ്യമാവും. ഇതാണ് സാങ്കേതികമായി പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ സുകുമാരൻ നായരും പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ പെട്ടെന്ന് ഘടകകക്ഷികൾ അഭിപ്രായം പറയുന്ന സാഹചര്യം, പലതരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ഉണ്ടാകുന്നു. എന്തോരം സമ്മർദ്ദ തന്ത്രങ്ങളാണ് നമ്മൾ കണ്ടത്. നോക്കൂ, മൈക്രോ മാനേജ്മെന്റ് നടക്കുകയാണ്. വാട്സപ്പിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഓരോ നേതാക്കൾക്കും അനുകൂലമായിട്ടുള്ള സേനയെ ഒപ്പിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഏറ്റവും ഒടുവിൽ VD സതീശന്റെ വീട്ടിൽ ഒരു ആൾക്കൂട്ടം കണ്ടല്ലോ. ഇതെങ്ങനെയാ വന്നത്? VD സതീശന്റെ അപ്പോൾ നമ്മൾ ആകസ്മികമായി വന്നതാണ്. ആരും വിളിച്ചു ചേർത്തതല്ല. അവിടെ നേതാക്കൾ വിളിച്ചു ചേർത്തിട്ടല്ല അവിടെ വന്നിരിക്കുന്നത്. നേതാക്കൾ തമ്മിൽ അതിനു മുമ്പ് ജനകീയ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അവിടെ നൗഷാദ് അലി വന്നു. കേൾക്കൂ, ഞാൻ പറഞ്ഞുതരാം. അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ ദേശക്കാർ മാത്രമല്ല, നാട്ടുകാർ മാത്രമല്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. ആശയവിനിമയം നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ എത്ര വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, ചാറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. എത്ര നേതാക്കളെ കുറിച്ച് നോക്കൂ, ഞാൻ ഒരു പക്ഷത്തിലല്ല പറയുന്നത്. ഞാൻ പറയട്ടെ, നമ്മുടെ മുൻപിലുള്ള KCയുടെ വീട്ടിൽ, KCയുടെ വീട്ടിലോ KCയുടെ ഗ്രൂപ്പിലോ ഇതേപോലെ ഇന്നൊരു ആൾക്കൂട്ടം കണ്ടോ? നേരത്തെ മാധു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് രാഹുൽ ഗാന്ധി ആ കാര്യത്തെ കുറിച്ച് റെഫറൻസ് നടത്തിയിട്ടുണ്ട്. അത് ജനകീയ പിന്തുണ. വാട്സപ്പ് വഴി 10 പേരെ കൂട്ടുന്നതാണ് ജനകീയ പിന്തുണ. അപ്പൊ പിന്നെ അവകാശമില്ല എന്ന് പറയുമ്പോൾ ഘടകകക്ഷികളോട് ഹൈക്കമാൻഡ് ചോദിച്ചിട്ടാണ് അവർ അഭിപ്രായം പറഞ്ഞത്. പറയോ? എങ്ങനെ പറയാൻ പറ്റും? പറയാൻ പറ്റുന്ന പോലെ പറയും. പറഞ്ഞല്ലോ കേസുകാരൊക്കെ എന്തും പറയാം. നിങ്ങൾക്ക് ചില നേതാക്കൾ പറയുന്ന കാര്യം മാത്രം ഇതൊന്ന് പറയൂ. ഒരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയത്തെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ വിഷയമല്ല എന്ന രൂപത്തിൽ തന്നെ അത് മാറി. തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ് നേരിട്ടത് അല്ലേ? സ്മൃതി, PK കുഞ്ഞാലിക്കുട്ടിയോ ലീഗിലെ മറ്റു മുതിർന്ന നേതാക്കളോ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞോ? സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാത്രമല്ല ഈ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ അഭിപ്രായം പറയുന്നത് ശരിയാണോ? ഇന്ന് എന്താ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ? തങ്ങൾ പറയും. അതാണ് ലീഗിന്റെ രീതി. മാധ്യമപ്രവർത്തകരാണോ പറയേണ്ടത്? തങ്ങൾ പറയും. മാധ്യമപ്രവർത്തകരാണോ പറയേണ്ടത്? അത് മാധ്യമപ്രവർത്തകരോടാണോ പറയേണ്ടത്? മാധ്യമപ്രവർത്തകരോട് തങ്ങൾ പറയുന്നല്ലേ പറഞ്ഞത്? ഇപ്പോ അതാണോ ശരി? ചില ഘട്ടങ്ങളിൽ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇവിടെ അനാവശ്യമായ അനഭിലഷണീയമായ പ്രവണതയുണ്ടായാൽ ഈ തരത്തിൽ ഘടകകക്ഷികൾക്ക് ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കേണ്ടി വരും. അത് ചെയ്യേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ചെയ്യണം. ആ ചെയ്യുന്നത് ശരിയാണ് എന്ന് ഇവിടെ ജനം കരുതുന്നുണ്ട്. അതാണ് തെരുവിലിറങ്ങിയ ജനം എന്ന് പറയുന്നത് ആരാ? വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾ ആളെ കൂട്ടുന്നവരോ ഫ്ലെക്സ് വെക്കുന്നവരോ ആണ് ജനം. നിങ്ങൾക്ക് എവിടെന്നാ തെളിവ്? ഞാൻ പറയട്ടെ, ഈ രമേശ് ചെന്നിത്തല വിചാരിച്ചാൽ ഹരിപ്പാട്ടെ വീട്ടിൽ ഇതിനേക്കാൾ വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കാം. എന്താ ചെയ്യാത്തത്? ആ പാർട്ടി അച്ചടക്കവും ആ പാർട്ടി സീനിയോറിറ്റിയും പക്വതയും രമേശ് ചെന്നിത്തല കാണിച്ചു. എന്താ പുച്ഛിക്കുന്ന എന്തിനാ? വസ്തുതയല്ലേ? അല്ല, രമേശ് ചെന്നിത്തല വീട്ടിൽ ആൾ വരൂലേ? കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും കൃത്യമായി പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്സുകാർ, തങ്ങൾക്ക് അനുകൂലപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെ ആണെങ്കിലും KSU പ്രവർത്തകരെ ആണെങ്കിലും ഒരൊറ്റ വിളിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല നമ്മൾ കണ്ടില്ല. അല്ലാതെ വന്നാലും തീരുമാനമാവട്ടെ എന്ന് പറയേണ്ട. അവിടെ അതിനുശേഷം നോക്കൂ, എന്താ അവിടെ നേതാവിന്റെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞ് മുന്നിൽ CLP ലീഡറെ തെരഞ്ഞെടുക്കാൻ വേണ്ടി മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും കൂടെ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നേതാവ് എന്ന് പറയുന്നത് അത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ള ഓപ്പോസിഷൻ ലീഡർ സതീശൻ ഫാൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിന്
സ്വന്തമാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിച്ചോളൂ. Okay, പത്ത് KC fans ഒന്നും 282 രമേശ് ആയിക്കോട്ടെ, fans ഒന്നും ആയിക്കോട്ടെ. കണ്ടിട്ടില്ല അങ്ങ്? എവിടെയാ വന്നേക്കുന്നത്? കണ്ടിട്ടില്ലേ ഈ വിഷയത്തിൽ ഫേസ്ബുക്കിലോ? ഈ വിഷയത്തിൽ ഫേസ്ബുക്കിലോ? ഈ വിഷയത്തിൽ നമ്മുടെ ഈ വിഷയത്തിൽ ഫേസ്ബുക്കിലോ? കേൾക്കൂ, ഈ വിഷയത്തിൽ 2,82,000 ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ്. ഫോളോവേഴ്സ് കൂടിയതാണോ അങ്ങയുടെ പ്രശ്നം? ഫോളോവേഴ്സ് കൂടിയതല്ല, അതാണ് ജനകീയ പിന്തുണ, അതാണ് ജൻസി പിന്തുണ. അല്ലാതെ വായ തോന്നി പറയുന്നത് വൃത്തിയോട് പറയുന്നത് സൈബർ അല്ലേ ഞാൻ പറയുന്നത്, അല്ലാതെ അതല്ല ഞാൻ പറയുന്നത്, അതല്ല ഞാൻ പറയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പിന്തുണ, അല്ലാതെയുള്ള പിന്തുണ, അതൊക്കെയാണ് പുതിയ കാലത്ത് പുതിയ രീതികളൊക്കെ അത് അങ്ങ് അങ്ങനെ നിരാശപ്പെട്ടൊരു കാര്യമില്ല. സൂചനാവോ? നിരാശപ്പെട്ടതല്ല. ജൻസി ആവുക എന്ന് പറഞ്ഞാലേ പൈസ കൊടുത്തിട്ട് PR ഉണ്ടാക്കിയിട്ട് ആ പൈസ കൊടുത്തതിന്റെ തെളിവ് അങ്ങ് കിട്ടിയോ? പൈസ കൊടുത്തതിന്റെ തെളിവ് അങ്ങ് കിട്ടിയോ? കേൾക്കൂ, ഇത് ഈ കേൾക്കൂ. പറയുന്നതൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും കേട്ടോ. എന്ത് വില അതായത് കൊടുക്കാൻ? മാറ്റി പറയേണ്ടി വരും. മാറ്റി പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. ഓപ്പോസിഷൻ ലീഡർ VD സതീശൻ എന്നുള്ള ഈ പേജ് വെരിഫൈഡ് അല്ല ആണ് ഇത് 200 ഞാനൊരു കാര്യം പറയാം. ഒഫീഷ്യൽ പേജ് അല്ല, ഒരു താരതമ്യം ഞാൻ ഒരു കാര്യം പറയാം. സ്പോൺസർഡ് പേജ് ആണ്. താരതമ്യമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. സ്പോൺസർഡ് പേജ് ആണ്. താരതമ്യമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. താരതമ്യമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. എന്റെ പേരിൽ ഒരു പേജ് ഇറങ്ങിയിട്ടുണ്ട്, എനിക്ക് ഒരു ബന്ധവുമില്ല. അത് ഞാൻ നിഷേധിച്ചില്ല. വീഡിയോ എന്ന് പറഞ്ഞു, വീഡിയോ എന്ന് പറഞ്ഞോ? അല്ലല്ല പ്രതികരിക്കാനല്ല ഈ പേജിൽ കുറച്ച് നേരത്തെ ക്രൗഡിന്റെ വിഷയം ഉണ്ടായിരുന്നു. അത് ഡിലീറ്റ് ചെയ്തു. ആ വീഡിയോ നോക്കൂ. ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അല്ല, ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതിന്റെ കാരണം ഞാൻ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ വീഡിയോ ഇവിടെ ആർക്കില്ലാത്ത ഫാൻസ് പേജ്. കേൾക്കൂ, അപ്പൊ സമ്മർദ്ദ തന്ത്രങ്ങൾ പലതരത്തിലാണ്. ഏറ്റവും ഒടുവിൽ VD സതീശന്റെ വീട്ടിൽ നടന്ന ഇന്നത്തെ തന്നെ ഒരു പൊളിറ്റിക്കൽ ഗെറ്റ് ടുഗദർ പോലെയുള്ള ഒരു സാഹചര്യം, അവിടെ എടുക്കുന്ന വീഡിയോകൾ, ഇതെല്ലാം ഹൈക്കമാൻഡ് ആണെങ്കിലും ശരി, നേതാക്കളാണെങ്കിലും അത് നിരീക്ഷിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച്, സോഴ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത്, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് ഇന്നത്തെ ഈ പറയുന്ന ആൾക്കൂട്ടത്തിൽ പോലും ഒരു വലിയ നിരാശയുണ്ട്. കാരണം പറയുന്ന വിവരം ഇതാണ്: സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപനം വരും, ആഘോഷിക്കാൻ വേണ്ടി വരൂ എന്ന മട്ടിലുള്ള പ്രചരണം നടത്തുന്ന ഒരു ഭാഗത്ത്, ഇതാണ് മനസ്സിലാക്കിയിരിക്കുന്ന ഹൈക്കമാൻഡ് ഒരു ഭാഗത്ത്. അപ്പോൾ വ്യത്യസ്ത തലത്തിലുള്ള പ്രചരണങ്ങൾ, ഇതിന് ഏറ്റവും അപകടകരമായ കാര്യം, ഇതിനെ ഒരു വർഗീയമായ ആംഗിളിൽ കൂടി കൊണ്ടുപോകാനുള്ള ശ്രമം ഇരുപക്ഷത്തും നടക്കുന്നു എന്നുള്ളതാണ്, പല രീതിയിലും നടക്കുന്നു എന്നുള്ളതാണ്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നേയല്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, രാഷ്ട്രീയമായ ഒരു ദൗർബല്യം ഇതിനകം തന്നെ പ്രകടമായിരിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി സുകുമാരൻ എന്തായാലും പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യുക. എന്താണെന്നറിയോ? സുകുമാരൻ എന്തായാലും പറഞ്ഞു, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, എന്തായിരിക്കും കോൺഗ്രസിന്റെ അവസ്ഥ? ഈ ഇരിക്കുന്ന നമ്മളിൽ പലർക്കും എതിരഭിപ്രായം ഉണ്ടാവില്ലല്ലോ ആ പറഞ്ഞതിനോട്. എന്താ, ഒരു 30 സീറ്റെങ്കിലും ഒറ്റയടിക്കുമ്പോൾ പോയി കിട്ടും. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഈ 63 MLA-മാരിൽ ഒരു 30 സീറ്റെങ്കിലും പോയി കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം എന്താ? ഈ മടുപ്പിക്കലാണ്. എന്ത് രാഷ്ട്രീയ കാരണത്തിന് പുറത്താണ് ഇങ്ങനെ വൈകിപ്പിക്കുന്നത്? ഇതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഗുണഫലം നേടാൻ പോകുന്ന ആരാ? BJP ആണ്, CPM അല്ല. BJP തന്നെയാണ് ഇതിന്റെ രാഷ്ട്രീയ ഗുണം നേടാൻ പോകുന്നത്. ഡോക്ടർ, ഇന്ന് രമേശ് ചെന്നിത്തലയുടെ വീട്ടിലും ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെ പൈസ കൊടുത്ത് വിളിച്ചു. ഇവിടെ നിലവിൽ നരേന്ദ്രമോദി ആണെങ്കിലും ശരി, അമിത് മാളവി ആണെങ്കിലും ശരി, കേരളത്തിലെ നേതാക്കളാണെങ്കിലും ശരി, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഇപ്പോൾ VD സതീശനെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ടും KC വേണുഗോപാലിനെ വെള്ളാപ്പള്ളിയുടെ പ്രതിനിധിയായിട്ടും ചാപ്പ കുത്തിക്കൊണ്ടുള്ള ഒരു രീതിയാണ്. അമിത് മാളവി പറഞ്ഞിട്ട് എന്താണ് അമിത് മാളവി പറഞ്ഞിട്ട് അധികരിക്കുന്ന എന്തിനാ ഇതൊക്കെ? അതാണ് BJPക്ക് അവസരം കൊടുക്കല്ലേ. BJP പറഞ്ഞ അവര് പറയുന്നതിനെക്കാളും ശക്തി നമ്മൾ പറയണോ? ആര് പറയണം? അമിത് മാളവി ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഇവിടെ തീർന്നു എന്ന്. എന്താ മധു പറയുന്നത്? അമിത് മാളവി പറയുന്നത് എന്തിനാണ്? ഒരിക്കൽ കൊടുത്തില്ലേ എന്നാണ് ചോദ്യം. BJP ഇതിനു മുമ്പ് കേരളത്തെ കുറിച്ച് നടത്തിയ എല്ലാ പരാമർശങ്ങളും അങ്ങ് അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണെന്ന് പറയുമോ? 10 ദിവസം വൈകിയതിനു ശേഷം ആ അവസരത്തെ കുറിച്ച് നരേന്ദ്രമോദിയും അമിത് മാളവിയും പ്രസ്താവന BJP ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എന്റെ ടേക്ക്. താങ്കൾക്ക് അങ്ങനെ അഭിപ്രായമില്ലേ? അല്ല, ഞാൻ പറയട്ടെ, ഇവിടെ ഇതിന്റെ ഗുണഭോക്താക്കൾ, രാഷ്ട്രീയ ഗുണഭോക്താക്കൾ ആരാണ്? BJP ആണ്. രാഷ്ട്രീയ ഗുണഭോക്താക്കളായി BJP വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അത് അത്യന്തം അപകടകരമാണ് എന്നുള്ളതാണ്. നാളെയാണ് ഇനിയിപ്പോൾ ഈ നിയമസഭാ കക്ഷി യോഗം നടക്കാൻ പോകുന്നത്. ആ സമയത്തിന് മുൻപ് തന്നെ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ്. നിലവിൽ ഭൂരിപക്ഷം KPCC അംഗങ്ങൾ നേതാക്കളുടെയും പിന്തുണ KCക്കാണ്. നിയമസഭാ കക്ഷി യോഗത്തിൽ ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ KCക്കാണ്. ഈ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് KCയെ തന്നെയായിരിക്കും പരിഗണിക്കുക എന്നുള്ളത് ഈ നിമിഷവും നമുക്ക് മനസ്സിലാക്കുന്നത്. ഘടകകക്ഷികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ആ വ്യത്യസ്തമായ അഭിപ്രായം ഘടകകക്ഷികൾ പല രീതിയിലും ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്, നിരീക്ഷകർ വഴി അറിയിച്ചിട്ടുണ്ട്, അതല്ലാതെ ഫോൺ വഴിയുള്ള ആശയവിനിമയങ്ങൾ വഴിയും നടന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം KPCC പ്രസിഡന്റ് തന്നെ, KPCCയിലെ ഭൂരിപക്ഷം നേതാക്കളും തന്നെ തിരഞ്ഞെടുത്തൊരു നേതാവിനെ അവരുടെ പാർട്ടിയിലെ CLP ലീഡർ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്നുള്ളതാണ്. ഇനി
സാങ്കേതികമായ കാര്യങ്ങൾ പറയരുത്. രേവന്ത് റെഡ്ഡി ഈ പറയുന്ന MP സ്ഥാനത്ത് നിന്ന് വന്ന് മുഖ്യമന്ത്രിയായ ആളാണ്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ഈ പറയുന്ന MP സ്ഥാനത്ത് നിന്ന് വന്ന് മുഖ്യമന്ത്രിയായ ആളാണ്. കേരളത്തിൽ തന്നെ 2 തവണ AK ആന്റണി കഴക്കൂട്ടത്തും തിരൂരങ്ങാടിയിൽ നിന്നും ബൈ ഇലക്ഷനിൽ മത്സരിച്ച് പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ തുടർന്നയാളാണ്. EK നായനാരാണെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ആദ്യമായി നടക്കുന്ന കാര്യങ്ങളെ അല്ല എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിൽ നേതൃത്വം നൽകിയ ആൾ വിജയിച്ചു വരുമ്പോൾ കൊടുക്കുന്ന കപ്പൊന്നുമല്ല. പകരം അതൊരു ഗവൺമെന്റിനെ, അതൊരു മുന്നണിയെ ഒറ്റക്കെട്ടായി 5 വർഷത്തേക്ക് കൊണ്ടുപോകുന്നതിനോടൊപ്പം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ ദൗത്യം കൂടിയുണ്ട്. ആ രാഷ്ട്രീയ ദൗത്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ തെലങ്കാനയാണെങ്കിലും തമിഴ്നാടാണെങ്കിലും കർണാടകയാണെങ്കിലും കോൺഗ്രസിനോടൊപ്പം നിൽക്കുമ്പോൾ ആ സംസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ ഈ കേരളത്തെയും ഒരു പ്രതിരോധത്തിൻ്റെ കോട്ടയായിട്ട് വളർത്താനുള്ള ഉത്തരവാദിത്വം ഉണ്ടാവണം, അതിന് അനുഭവ പരിചയം അടക്കം ഉണ്ടാവണം എന്നുള്ളതാണ്. അതിൽ KCയും ഒരു സംശയവുമില്ല, RCയും മുൻപിൽ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇനിയും ഒരു ഇന്നിങ്സ് കൂടി ഒരുപക്ഷെ VDക്ക് ബാക്കി കിടപ്പുണ്ട്. VDയെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസഭയിൽ ഉത്തരവാദിത്തപ്പെട്ട ധനവകുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. അതേസമയം KC ആണെങ്കിലും ശരി, RC ആണെങ്കിലും ശരി, ഇക്കാര്യത്തിൽ വളരെ പരിചയസമ്പന്നത ഉള്ളവരാണെന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ പോലും പ്രവർത്തിച്ചു പരിചയമുള്ളവർ കൂടിയാണ്. ഇനി വരാൻ പോകുന്ന നാളുകൾ BJPക്കെതിരെ 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. അത് പഞ്ചാബിലും ഉത്തർപ്രദേശിലുമാണ്. എനിക്കൊന്ന് ഉത്തരാഖണ്ഡിലും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 2 സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അപ്പോഴെല്ലാം കോൺഗ്രസിന്റെ ആ ഇന്ധനമായി പ്രവർത്തിക്കേണ്ട ഒരു മെഷീനറിയാണ്. അതുകൊണ്ട് കേവലം 1ാം സമ്മാനക്കാർക്ക്, ഏറ്റവും നല്ല പ്രസംഗകർക്ക് കൊടുക്കുന്ന സമ്മാനമല്ല മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളതാണ്. ലീഗ് മാത്രമല്ല കേട്ടോ പരസ്യമായി പറഞ്ഞത്. PJ ജോസഫ് പറഞ്ഞിട്ടുണ്ട് MLA-മാരിൽ നിന്ന് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല. എന്താന്ന് വെച്ചാൽ അതല്ല വസ്തുത. അല്ല, അങ്ങനെയല്ലേ CLP തീരുമാനിക്കുക? MLA-മാരിൽ നിന്ന് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ്. അങ്ങനെ അത് വസ്തുതയല്ലേ? MLA-മാരിൽ നിന്ന് അല്ലാതെ വേറെ ആരെയും എടുക്കുക? MLA-മാർ അതല്ലേ 6 മാസത്തിലുണ്ട് നിങ്ങൾക്ക് MLA ആയപ്പോരെ? ഓ അങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പോൾ MLA അല്ലാത്ത ഒരാൾ കൂടി മത്സരിക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞത്. എന്തോ ഒരു തമാശ പോലെ കാണുന്നത്. അതല്ലേ നമ്മൾ ഇതിൽ വിശദീകരിച്ചത്. സാങ്കേതികമായ ഒരു തെറ്റുമില്ല. അപ്പൊ അങ്ങയുടെ പ്രവചനം കൂടി ഇപ്പൊ വന്നു കഴിഞ്ഞു. എന്ത് പ്രവചനം? എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് പ്രവചനമല്ല. നാളെ ഇതിനകത്ത് ആരാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഇതിനകത്ത് മസ്റ്റാണ്. അത് നിലവിൽ KCക്കും RCക്കും ഉണ്ട്. ഒരു കാര്യം കൂടി പറയാം. RC ഇക്കാര്യത്തിൽ കാണിച്ചിരിക്കുന്ന രാഷ്ട്രീയ സംയമനത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയും അതിനെ ഞാൻ നോക്കിക്കാണുകയും ചെയ്യുന്ന ആളാണ്. ഈ ഫ്ലെക്സ് യുദ്ധത്തിനൊന്നും വലുതായിട്ട് പോവാത്ത ആളാണ് RC. ഇതേപോലെ പ്രവർത്തകരെ ഇറക്കി മുദ്രാവാക്യം വിളിപ്പിച്ചിട്ടൊന്നുമില്ല. അന്നും ഇന്നും അദ്ദേഹത്തിന് അവകാശപ്പെട്ട പ്രതിപക്ഷ സ്ഥാനം അന്ന് നഷ്ടമാകുമ്പോഴും അന്ന് RC ആ അർത്ഥത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല. ഇപ്പോൾ ഒരിക്കൽ കൂടി RCയെ ഈ പറയുന്ന ആളുകൾ പരാജയപ്പെടുത്തിയാലും RC ഒരു വലിയ പടയൊന്നും നയിച്ച് ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2014 മന്ത്രിസ്ഥാനം VDക്ക് നഷ്ടപ്പെട്ടതും RC ഇടപെട്ടിട്ടാണ്. RC മാത്രമല്ല, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു എന്താ കാരണം? ആരാണ് തീരുമാനിച്ചത്? അവസാനത്തതും കടുംപെട്ടി ക്യാബിനറ്റ് ആയിരുന്നല്ലോ. അല്ല, ആ മന്ത്രിസഭയെ കുറിച്ച് കടുംപെട്ടി ക്യാബിനറ്റ് ആണെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ പറയേണ്ടതില്ല. മടുപ്പിക്കുന്ന വൈകലാണോ? എനിക്കൊരു കാര്യം പറയട്ടെ. 2 തവണ കേരളത്തിൽ കോൺഗ്രസ് AK ആന്റണി മുഖ്യമന്ത്രിയായത് MP സ്ഥാനത്ത് നിന്ന് തിരിച്ചു വന്നാണ്. ഇവിടെ നിന്ന് മത്സരിച്ചിട്ടല്ല. പിന്നെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. ഏതാണ് സാഹചര്യം? അതായത് MLA ആയിരുന്നിട്ടല്ല മുഖ്യമന്ത്രി ആയത് എന്നുള്ളതാണല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന ആൾ രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടുന്ന സാഹചര്യത്തിലാണ്. രാഷ്ട്രീയ ഒന്ന് രാജൻ കേസുമായിട്ട് ബന്ധപ്പെട്ടും ഒന്ന് ഈ ചാരക്കേസുമായി ബന്ധപ്പെട്ടും. അപ്പോൾ ഈ 2 അതായത് സാധാരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആര് മുഖ്യമന്ത്രിയാകണമെന്ന ചോയ്സിന്റെ ഭാഗമായിട്ടോ അല്ല, കേരളത്തിൽ ആ സമയത്തുണ്ടായ അനിതര സാധാരണമായ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്ക് രാജിവെച്ച് പോകേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായത്. ഞാൻ ആന്റണിയുടെ കാര്യമാണ് അങ്ങ് പറഞ്ഞത്. അതുകൊണ്ട് ആന്റണിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആന്റണിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സവിശേഷമായ ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരായിട്ട് CV പത്മരാജനും ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നില്ലേ? എന്തേ മുഖ്യമന്ത്രിയാക്കിയില്ല? ഞാൻ പറഞ്ഞത് ആന്റണിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. അല്ല, അങ്ങനെ ഒരു അതായത് ഈ രണ്ട് സാഹചര്യത്തിലും ഒരു അത് കോൺഗ്രസ്സുകാരോട് ചോദിക്കണം. ഞാൻ പറഞ്ഞത് ഈ രണ്ട് സാഹചര്യത്തിലും ഇലക്ഷൻ കഴിഞ്ഞ ആര് മുഖ്യമന്ത്രി ആകണമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ജയിച്ച നിയുക്ത MLA-മാരിൽ ആളില്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് വിളിച്ചു വരുത്തുന്ന സാഹചര്യം അല്ല കേരളത്തിലുണ്ടായത്. പ്രത്യേകമായ സാഹചര്യം ഉണ്ടായതിന്റെ പേരിൽ ഇവിടെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന്റെ പേരിലാണ് അത് സംഭവിച്ചത്. ഞാൻ ആന്റണിയുടെ കാര്യവും ഈ 2 സാഹചര്യവുമാണ് പറഞ്ഞത്. അങ്ങനെ ഇന്ത്യയിലുള്ള മറ്റ് ബാക്കി മുഴുവൻ സ്റ്റേറ്റിൽ നിന്നും എടുത്ത് ഉദാഹരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇന്ത്യയിൽ. അതിലാണ് ഈ നിലവിലുള്ള ഇന്ത്യയിലെ കാര്യമല്ല, കേരളത്തിലെ ഇവിടെ പറഞ്ഞത്. Meet the editors.